കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ മണ്ഡലങ്ങളുമായി നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് അവലോകനം ചെയ്യുമ്പോൾ ജില്ലയിൽ 5 മണ്ഡലങ്ങളാണുള്ളത്. ഇത് 2011 ശേഷമാണ് 5 മണ്ഡലങ്ങളായി മാറുന്നത്. അതിനു മുമ്പ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് 7 മണ്ഡലങ്ങളുണ്ടായിരുന്നു. ഈ 7 മണ്ഡലങ്ങളും ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളും ഐക്യമുന്നണിയുടെ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളായിരുന്നു. അന്ന് നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന സമയത്ത് പത്തനംതിട്ട ജില്ലയിലെ കല്ലൂപ്പാറ മണ്ഡലം എന്നൊക്കെ പറയുന്നത് ഐക്യമുന്നണി എന്നും ജയിക്കുന്ന മണ്ഡലമാണ്. അതുപോലെ തന്നെ പത്തനംതിട്ട സ്വതന്ത്രനായി നിന്ന് പിന്നീട് ഐക്യമുന്നണിയുടെ ഭാഗമായി മാറിയിട്ട KK നായരുടെ മണ്ഡലം. പക്ഷേ ഈ 2011 അതിർത്തി പുനർനിശ്ചയിച്ചതിന് ശേഷം ഉള്ള മണ്ഡലങ്ങൾ 5ആയി മാറുകയാണ്. അതൊന്ന് തിരുവല്ലയാണ്, മറ്റൊന്ന് റാന്നിയാണ്, ആറന്മുളയാണ്, കോന്നിയാണ്, അടൂരാണ്. ഈ തിരുവല്ല മണ്ഡലം എന്ന് പറയുന്നത് 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തൊട്ട് തന്നെ ഉള്ള മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തിരുവല്ല. ഈ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 1977 കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് ജോൺ ജേക്കബ് എന്ന് പറയുന്ന ആൾ മന്ത്രിയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത്. അങ്ങനെയാണ് 1979 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 1979 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വാരസ്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വന്നു. കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു. ഈ ജോൺ ജേക്കബ് കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് അവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ ബൈ ഇലക്ഷനാണ് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നത്. അതായത് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ ജോൺ ജേക്കബ് വള്ളക്കാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ്. ഈ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും അതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളുമാണ് ഒരുപക്ഷെ മാണിയും PJ ജോസഫും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാക്കുന്നത്. വേറെയും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ തിരുവല്ലയിൽ നടന്ന 1979 നടന്ന ബൈ ഇലക്ഷൻ റിസൾട്ട് അതിനൊരു കൂടുതൽ ശക്തി വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് 1979 ഇലക്ഷന് ശേഷം മാണിയും ജോസഫും 2ആയി മാറുകയും 2 ഗ്രൂപ്പായി മാറുകയും 1980 മാണി കോൺഗ്രസ് ലെഫ്റ്റിൻ്റെ കൂടെ പോവുകയും PJ ജോസഫ് ഐക്യമുന്നണിയുടെ ഭാഗത്ത് തന്നെ നിൽക്കുകയും ചെയ്തത്. അതിനുശേഷം വരുന്ന സമയത്ത് 1991 തൊട്ട് 2006 വരെ തിരുവല്ലയിൽ കേരള കോൺഗ്രസിൻ്റെ മാമൻ മത്തായിയാണ് ജയിച്ചത്. 1991 തൊട്ട് 2006 വരെ. ഈ മാമൻ മത്തായിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എലിസബത്ത് മത്തായി ആ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിച്ചത്. പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഈ എലിസബത്ത് മത്തായിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആ ഒരു ബൈ ഇലക്ഷന് ജയിക്കുന്നു, കേവലം 2 വർഷം മറ്റൊന്നും MLA ആയത്. അതിനുശേഷം പിന്നീട് അവരൊരു മത്സര രംഗത്തും കണ്ടില്ല. പക്ഷെ അതിനുശേഷമാണ് ഈ ജനതാ പാർട്ടിയുടെ ഒരു വിജയം മണ്ഡലത്തിലുണ്ടാകുന്നത്. ജനതാ പാർട്ടി പിന്നീട് ജനതാദളായിട്ടുള്ള മാത്യു ടി തോമസിൽ കൂടി ആ വിജയം വരുന്നത്. മാത്യു ടി തോമസ് അവിടെ ജയിക്കാൻ തുടങ്ങുകയും അത് ഗ്രാജുവലായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് തിരുവല്ലയിൽ വർദ്ധിപ്പിക്കുകയും വോട്ട് വിഹിതം ഓരോ ഘട്ടത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാത്യു ടി തോമസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ജനതാദളിൻ്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം മണ്ഡലത്തിൽ ശക്തമായി ഉള്ളതുകൊണ്ട് പത്തനംതിട്ടയിലെ തിരുവല്ല മണ്ഡലം എന്ന് പറയുന്നത് ഇന്ന് ലെഫ്റ്റിൻ്റെ കൈമിലാണ്. മാത്യു ടി തോമസാണ് അവിടുത്തെ ജനപ്രതിനിധി. അത് അതേപോലെ തന്നെ നിലനിൽക്കാനാണ് മാത്യു ടി തോമസ് തന്നെയാണ് 2026 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ തന്നെ സ്വാഭാവികമായും തിരുവല്ല റീറ്റെയിൻ ചെയ്യാൻ, അതായത് ഇടതുപക്ഷ മുന്നണി തന്നെ വിജയിക്കുവാനാണ് സാധ്യത. ഇതാണ് തിരുവല്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ വിലയിരുത്തുമ്പോൾ പറയാൻ പറ്റുക. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന റാന്നിയാണ്. ഈ റാന്നി മണ്ഡലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്വഭാവം 1957 ഫോം ചെയ്തതാണ് റാന്നി.
ഈ 1996 തൊട്ട് 2006 വരെയുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ റാന്നിയിലെ ആദ്യ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഐക്യമുന്നണിയുടെ കോൺഗ്രസിൻ്റെ സ്വാധീനമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ 1996 ആദ്യമായിട്ടൊരു ലെഫ്റ്റിന് അവിടെ വലിയൊരു വിജയം ഉണ്ടാകുന്നത് രാജു എബ്രഹാം വഴി. രാജു എബ്രഹാം അവിടെ വളരെ ദീർഘകാലം ജനപ്രതിനിധിയാകുന്നു. അങ്ങനെ രാജു എബ്രഹാമിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അതിന് കാരണം ഈ റാന്നി മണ്ഡലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മതത്തിൻ്റെ ഒരു സ്വാധീനവും ഒക്കെ ഉള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സഭയിലെ ഒരു വിഭാഗത്തിന് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളൊരു മണ്ഡലം എന്നുള്ള രൂപത്തിൽ രാജു എബ്രഹാമിൻ്റെ ഒരു വ്യക്തി സ്വാധീനവും CPM-ൻ്റെ സംഘടന ശേഷിയും വെച്ചുകൊണ്ട് റാന്നി അങ്ങനെ CPM ലെഫ്റ്റ് ജയിക്കുന്ന ഒരു മണ്ഡലമായിട്ട് മാറുകയാണ് ഉണ്ടായത്. പക്ഷേ കേരള കോൺഗ്രസ് മാണി വിഭാഗം 2021 ലെഫ്റ്റിൻ്റെ കൂടെ വന്നപ്പോൾ ഇത് ലെഫ്റ്റ് റാന്നി കേരള കോൺഗ്രസിന് കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതുകൊണ്ട് റാന്നി മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം വന്നപ്പോൾ ഇടതുമുന്നണി CPM പ്രത്യേകിച്ചും മറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്ത ഒരു മണ്ഡലമായിട്ടാണ് റാന്നിയെ കാണുന്നത്. വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടാണ് അത് വന്നത്. അതിൽ പ്രമോദ് നാരായൺ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് കേരള കോൺഗ്രസ് മാണി അന്ന് ഫീൽഡിൽ ഇറക്കിയത്. അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ശക്തമായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അന്ന് സംശയമായിരുന്നു റാന്നി ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലായിരുന്നു. പക്ഷേ നേരിയ വോട്ടിന് ഒരു 1000-ഓളം വോട്ട് 1200-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രമോദ് നാരായൺ ജയിക്കുകയാണ്. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, മാണി വിഭാഗം ലെഫ്റ്റിൻ്റെ കൂടെ വന്നിട്ടും നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ശതമാനത്തിലേക്ക് വർദ്ധിപ്പിക്കുവാൻ ലെഫ്റ്റിന് സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ പ്രമോദ് നാരായൺ ജയിച്ചു 1200-ഓളം വോട്ടുകൾക്ക്. പിന്നീട് 5 വർഷം ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ കേരള രാഷ്ട്രീയത്തെ കാണേണ്ടത് ജനപ്രതിനിധികളൊക്കെ തന്നെ മണ്ഡലത്തിൽ വളരെ സജീവമാണിപ്പോൾ. അവർ വികസന പ്രവർത്തനങ്ങളായാലും ക്ഷേമ പദ്ധതികളായാലും ജനങ്ങളുമായിട്ട് വളരെ ഒട്ടി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് മിക്ക ജനപ്രതിനിധികളും. അതിൽ ഒരു പ്രഥമ സ്ഥാനത്ത് കാണാൻ പറ്റുന്ന ഒരു MLA ആണ് പ്രമോദ് നാരായണൻ. അതുകൊണ്ട് റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായണനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ 2021 നേരിയ ഭൂരിപക്ഷത്തിലാണ് ലെഫ്റ്റ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രമോദ് നാരായണൻ ജയിച്ചതെങ്കിലും ഈ കുറി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ മുകളിൽ ഈ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ലെഫ്റ്റിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് റാന്നി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ എങ്കിലും പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ റാന്നി അങ്ങനെ ഒരു ലെഫ്റ്റിനും ലഭിക്കുന്ന ഒരു മണ്ഡലമല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രാജു എബ്രഹാം വരുന്നത് വരെ ഐക്യമുന്നണിയുടെ ഭാഗത്ത് ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും സാധ്യതകൾ ഒരേപോലെയുള്ളതാണ്. പക്ഷേ ഏറ്റവും ടൈറ്റ് ഫൈറ്റായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ വേറൊരു മണ്ഡലമാണ് ഇതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും അതായത് ഒരു വിഭാഗം മതവുമാറ്റിൻ്റെ ഇൻഫ്ലുവൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വേറൊരു മണ്ഡലമാണ് ആറന്മുള. ആറന്മുള ആദ്യ ഇലക്ഷൻ തൊട്ട് 1957 മുതൽ തന്നെ നിലവിൽ വന്ന മണ്ഡലമാണ്. ഈ ആറന്മുള മണ്ഡലത്തിൽ അവിടെ ഈ ക്രിസ്ത്യൻ സഭക്ക് ഒരു വിഭാഗം സഭക്ക് നായർ കമ്മ്യൂണിറ്റിക്ക് ഒക്കെ തന്നെ എല്ലാ മണ്ഡലത്തിലേക്കാൾ കൂടുതൽ ഒരു സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ച ഒരു മണ്ഡലമാണ് ആറന്മുള മണ്ഡലത്തിൽ. നേരത്തെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ഒരു ഐക്യമുന്നണിയുടെ കാലത്ത് കരുണാകരൻ DIC രൂപീകരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോയ MLA സരളാദേവി അദ്ദേഹത്തിൻ്റെ കൂടെ പോയതാണ്. ആ കാലഘട്ടത്തിലൊക്കെ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ഇവിടെ ഒരു മാറ്റമുണ്ടായത് 1996 ഈ 1996, 2006, 2016, 2021 ലെഫ്റ്റ് ജയിക്കുകയാണ്. 1996 എന്താണ് ഒരു മാറ്റം വെച്ചാൽ, അന്നത്തെ തെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ ഇടത് ചിന്തകനും കവിയുമായ കടമ്മനിട്ട രാമകൃഷ്ണൻ അവിടെ മത്സരിക്കാൻ വരുന്നത് ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റായിട്ട്.
കടമ്മനിട്ട രാമകൃഷ്ണനെതിരായിട്ട് അന്ന് മത്സരിച്ചത് CMPയുടെ നേതാവായുള്ള കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു മത്സരമായിരുന്നു അത് MV രാഘവനുമായിട്ടാണ്. ഇപ്പോൾ MV രാഘവനും കടമ്മനിട്ട രാമകൃഷ്ണൻ തമ്മിലുള്ള വളരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ കടമ്മനിട്ട രാമകൃഷ്ണൻ ജയിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് മണ്ഡലത്തിന് ഏതാണ്ട് ഒരു ഇടതുപക്ഷ സ്വഭാവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2016 അവിടെ ഈ മണ്ഡലത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് എന്ന രൂപത്തിൽ ലെഫ്റ്റ് കണ്ടെത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് വീണ ജോർജ്. വീണ ജോർജ് 2014 മത്സരിക്കുന്നു, ജയിക്കുന്നു. 2021 മത്സരിക്കുന്നു, ജയിക്കുന്നു. ആദ്യത്തെ മത്സരത്തിൽ 7000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. രണ്ടാമത് 2021 എത്തുമ്പോൾ അത് 19,000-അടുത്ത് ഭൂരിപക്ഷമായി വർദ്ധിപ്പിക്കുന്നു. വീണ ജോർജിന് മണ്ഡലത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ഫാക്ടേഴ്സുകൾ വീണ ജോർജിന് അനുകൂലമാണ്. ചില ക്രിസ്ത്യൻ സഭകളുടേതായിട്ടുള്ള പിന്തുണ, അതൊക്കെ കൊണ്ട് തന്നെ വീണ ജോർജിന് ഏറ്റവും വലിയ സ്വാധീനമുണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലവും ഏതെങ്കിലും ഒരു മുന്നണിക്ക് സേഫ് ആയിട്ടുള്ളൊരു മണ്ഡലമാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ആറന്മുള മണ്ഡലത്തിൽ ഐക്യമുന്നണിക്ക് ജയിച്ചു വരിക എന്ന് പറയുന്നത് വലിയ ഒരു വേവ് ഉണ്ടെങ്കിൽ മാത്രം സാധിക്കുന്നതാണ്. അവർക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വലിയൊരു വേവ് വന്നാൽ മാത്രമേ ആറന്മുള മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റും. കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ തെരഞ്ഞെടുപ്പിലെ 19,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. മറ്റൊരു മണ്ഡലമാണ് കോന്നി. 1967 ആ മണ്ഡലം രൂപീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കിഴക്കൻ മേഖലയിലുള്ള പത്തനംതിട്ടയിലെ മണ്ഡലം, ശബരിമല ഒക്കെ സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ് കോന്നി. ഈ കോന്നിയിൽ അടൂർ പ്രകാശിൻ്റെ ഒരു സ്വാധീനമാണ് അവിടുത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിശ്ചയിച്ചിരുന്നത്. അടൂർ പ്രകാശ് അവിടെ ജയിച്ചത് 996 തൊട്ടിട്ട് അദ്ദേഹം അവിടെ ജയിച്ചു വരികയാണ്. 996 തൊട്ടിട്ട് 2019 ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം ആറ്റിങ്ങിൽ നിന്ന് ജയിച്ചതിന് ശേഷം നിയമസഭാ അംഗത്വം രാജിവെക്കുകയും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ജിനേഷ് കുമാർ അവിടെ ലെഫ്റ്റിൻ്റെ കാൻഡിഡേറ്റ്, CPM കാൻഡിഡേറ്റായിട്ട് വരുന്നത്. ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി, മണ്ഡലത്തിലെ ഒരു ചെറുപ്പക്കാരൻ. ശക്തമായിട്ടുള്ള പ്രചരണത്തിനൊടുവിൽ കോന്നിയിൽ ലെഫ്റ്റ് ജയിക്കുകയാണ്. ഈ ജയം നമ്മൾ കാണുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചില ജനപ്രതിനിധികൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർ മണ്ഡലത്തിലുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസിൽ കൂടി വോട്ടുകൾ അവർ കൂടുതൽ ശേഖരിക്കുന്നു എന്നുള്ളതാണ് ജിനീഷ് കുമാറിൻ്റെ ഒരു ജയത്തെയും നമ്മൾ കാണേണ്ടത്. 2019 ചെറിയൊരു വോട്ടിന് ജയിച്ച് ജിനീഷ് കുമാർ 2021 എത്തുമ്പോൾ അത് 8000-ന് മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2021 ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ കുറേ വിവാദങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യമുന്നണിയിൽ ഉണ്ടാകുമ്പോൾ MP-മാർ മത്സരിക്കണമോ വേണ്ടോ എന്നുള്ള വിവാദങ്ങൾ നടക്കുന്നൊരു സമീപകാല ചർച്ചകൾ നടക്കുന്ന കാലഘട്ടമാണ്. അടൂർ പ്രകാശിന് കോന്നിയിൽ ശക്തമായ ഒരു സ്വാധീനമുണ്ട്. അദ്ദേഹം 996 തൊട്ടിട്ട് 2019 വരെ അവിടെ ജനപ്രതിനിധിയായതും അതിൻ്റെ ഭാഗമായി മന്ത്രിയായതും മണ്ഡലത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ വ്യക്തിയാണ്. അദ്ദേഹം കോന്നിയിൽ വീണ്ടും മത്സരിക്കുവാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലും ഐക്യമുന്നണിയുടെ കാഴ്ചപ്പാടിലും ജയിച്ചു വരാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അത്തരം MP-മാരെ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഐക്യമുന്നണിക്ക് പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായി അവിടെ അല്പം എഡ്ജ് നിലവിലുള്ള MLAക്ക് മണ്ഡലത്തിലുണ്ടാക്കിയിരുന്ന ഇൻഫ്ലുവൻസാണ് ജിനേഷ് കുമാറിന് അതിൻ്റെ എഡ്ജ് പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ട് കോന്നി മണ്ഡലം എന്ന് പറയുന്നത് വളരെ ടൈറ്റായിട്ടുള്ള മണ്ഡലമാണ്. ശക്തമായൊരു മത്സരം നടക്കുന്ന മണ്ഡലമായിരിക്കും. അത് തെരഞ്ഞെടുപ്പ് അൺപ്രഡിക്റ്റബിളാണ് അതിൻ്റെ റിസൾട്ട്. പക്ഷേ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ജിനേഷ് കുമാർ മണ്ഡലത്തിൽ കാണിച്ചു വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ലെഫ്റ്റിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ക്ഷേമ പദ്ധതികൾ, പട്ടയ വിതരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടത്. അതുപോലെ തന്നെ 5 ലക്ഷം ആൾക്കാർക്ക് വീടുകൾ കൊടുത്തപ്പോൾ അതിനകത്ത് മണ്ഡലത്തിൽ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ കോന്നിയിലെ ഒരു ഫാക്ടറാണ്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്നൊരു മണ്ഡലമാണ്. പിന്നീടുള്ളത് അടൂരാണ്. അടൂർ എന്ന് പറയുന്നത് ഏതാണ്ട് കൊല്ലം ജില്ലയുടെ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു മണ്ഡലമാണ്. മറ്റെല്ലാ മണ്ഡലങ്ങളും ഈ പറഞ്ഞ റാന്നി ആയാലും ആറന്മുളയായാലും കോന്നിയായാലും ഒരു പത്തനംതിട്ട സ്വഭാവമാണെങ്കിൽ അടൂർ ഏതാണ്ട് ഒരു കൊല്ലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിച്ചു വന്ന നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്, കോൺഗ്രസിൻ്റെ. തെന്നല ബാലകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട്. അത് ആദ്യം റിസർവ്ഡ് മണ്ഡലമായിരുന്നില്ല.
1967 അത് ഫോം ചെയ്തത്. 1967 അടൂർ മണ്ഡലം ഫോം ചെയ്തത്. 1967 മണ്ഡലം ഫോം ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ അവിടുന്ന് ജനപ്രതിനിധിയായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പിന്നീടാണ് 2011 മണ്ഡല പുനർനിർണയത്തിൻ്റെ ഭാഗമായിട്ട് അതിർത്തികളിൽ മാറ്റം ഉണ്ടാകുന്നു. ഇത് സംവരണ മണ്ഡലമായിട്ട് മാറുന്നത്. അടൂർ എന്നും CPI ആണ് മത്സരിക്കാറ് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിട്ട്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്, UDFൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. അടൂർ ഒരു കാലത്ത് ഈ സമീപകാല തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ 2011 16 21 CPI വലിയ പ്രയാസമില്ലാതെ ജയിച്ചു വരുന്ന മണ്ഡലമാണ് അടൂർ. പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പത്തനംതിട്ട ജില്ലയുടെ പൊതു സ്വഭാവം തന്നെ ഈ അടൂരിലും കാണിക്കുന്നു. അങ്ങനെ ഒരു മുന്നണിക്ക് അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമല്ല. അവിടെ CPI ജയിച്ചു വരാനാണ് സാധ്യത കൂടുതൽ അടൂർ. പക്ഷേ എങ്കിലും ഒരു ടൈറ്റ് ഫൈറ്റുള്ള ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മെജോറിറ്റി എടുത്തു കഴിഞ്ഞാൽ ചിറ്റയം ഗോപകുമാറായിരുന്നു ജനപ്രതിനിധി ലാസ്റ്റ്. അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ്, ഏതാണ്ട് 3000 താഴെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അടൂർ ഏതെങ്കിലും മുന്നണിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മണ്ഡലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പത്തനംതിട്ട ജില്ലയിൽ ഈ അടൂർ മണ്ഡലം മാറ്റിവെച്ച് കഴിഞ്ഞാൽ അടൂരിലും ഉണ്ട് ഒരു നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ശബരിമല വിഷയത്തിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മണ്ഡലങ്ങളും എടുത്തു കഴിഞ്ഞാൽ ആറന്മുളയായി കഴിഞ്ഞാൽ ആറന്മുളയിൽ 2016 ഏതാണ്ട് 23% വോട്ടാണ് BJPക്ക് കിട്ടുന്നത്. അത് 2021 ആറന്മുളയിൽ അത് 17% കുറഞ്ഞു. അതുപോലെ തന്നെ കോന്നിയിലും BJPയുടെ വോട്ട് വളരെ കൂടിയിട്ടുണ്ട്. കോന്നിയിൽ 2016 19 ബൈ ഇലക്ഷനിൽ 28.65% വോട്ടാണ് BJPക്ക് കിട്ടിയത്. ഏതാണ്ട് അതായത് UDFും BJPയും തമ്മിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അന്നാണ് ഈ കോന്നിയിൽ ഈ ശബരിമല വിഷയമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടായത് എന്നുള്ള രൂപത്തിൽ ചർച്ച വന്നത്. അതുപോലെ തന്നെ 2021 22% വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആറന്മുള ആയാലും കോന്നി ആയാലും അതുപോലെ തന്നെ റാന്നി ആയാലും BJPയുടെ വോട്ട് കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതിന് പൊതുവായിട്ടുള്ള മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്നവർ കാണുന്ന ഒരു ഫാക്ടർ ശബരിമല വിഷയമാണ്. പക്ഷേ ഈ ശബരിമല വിഷയത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരികയാണ്. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം BJPയുടെ ഒരു ഇൻഫ്ലുവൻസ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് കേരളത്തിലെ പല പ്രദേശങ്ങളും അതിൻ്റേതായിട്ടുള്ള സജീവമാക്കുകയും അവർ ആധിപത്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാ മണ്ഡലങ്ങളിലും ഏറെക്കുറെ അതിന് ചെറിയൊരു ചേഞ്ചസ് നമ്മൾ ഗ്രാജ്വലി കാണാൻ പറ്റും. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് ഈ പറയുന്ന പത്തനംതിട്ടയും അതുപോലെയുള്ള ചില ജില്ലകൾ, ആലപ്പുഴയിലുണ്ടായിട്ടുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ടായിട്ടുണ്ട്. ഇതിന് പ്രധാന ഫാക്ടർ ഈ 2014 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJP എന്നുള്ളതാണ്. 2014 അധികാരത്തിൽ വരുന്നു, 19 കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ 2016 ഇലക്ഷനൊക്കെ ആകുമ്പോഴും 21 ഇലക്ഷൻ ആകുമ്പോൾ കേരളത്തിലേക്ക് BJP വലിയ ശക്തിയായിട്ട് പോകുമെന്നുള്ളൊരു ടെമ്പോ ക്രിയേറ്റ് ചെയ്ത്, ഈ ടെമ്പോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടെമ്പോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോബിന BJPക്ക് കിട്ടാൻ സഹായകരമായി ശബരിമല വിഷയം. ശബരിമല വിഷയത്തിൻ്റെ ഭാഗമായിട്ട് അണികളിൽ നിന്ന് വോട്ട് ചോർന്നു എന്നതല്ല പ്രാധാന്യം. ശബരിമല വിഷയത്തിൻ്റെ ഭാഗമായിട്ട് BJPക്ക് അവരെ പിന്നിൽ അണിനിരക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഗ്രൂപ്പിന് ഈ മേഖലയിൽ, പ്രത്യേകിച്ചും പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു വോട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് ശക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിലെ ഗവൺമെൻറ് ഇവിടെയുള്ള മോബിൻ്റെ ഒരു മാസ് മൂവ്മെൻറ്റ് ഇവർക്ക് ശബരിമലയിൽ കൂടി ഉണ്ടാക്കാൻ സാധിച്ചതിനുള്ള അണികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. അങ്ങനെ അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്നുള്ള ചോർച്ചയല്ല, നേരെ മറിച്ച് ഇവരുടെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് കൂടുതൽ ശക്തി പകരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഈ BJPയുടെ വോട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊണ്ട് UDFൻ്റെ വോട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ വോട്ടാണ് കുറഞ്ഞത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരെ തിരിച്ചാണ്. അപ്പോൾ ഒരു ആടി കളിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ട് ശേഖരിക്കുവാൻ BJPക്ക് സാധിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഒരു അവസ്ഥയൊന്നും ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ശബരിമല വിഷയമൊക്കെ ഏറെക്കുറെ ആ വിവാദങ്ങളൊന്നും ആർക്കും താല്പര്യമില്ലാത്ത സംഭവമായി മാറിയിരിക്കുകയാണ്. ഗവൺമെൻറ് തന്നെ അതിൻ്റെ അകത്തൊരു മാറ്റം, പോളിസിപരമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അതൊന്നും കേരളത്തിലെ ഒരു വളരെ പ്രോഗ്രസീവായിട്ട് വരുന്ന ഒരു സൊസൈറ്റിയിൽ ഈ വിഷയങ്ങളൊന്നല്ല ഇൻഫ്ലുവൻസ് ചെയ്യുക. സ്വാഭാവികമായും മണ്ഡലത്തിൻ്റെയും ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ ഇപ്പോൾ 5 മണ്ഡലങ്ങളും ലെഫ്റ്റിൻ്റെ കൈമിലാണ്. ഈ 5 മണ്ഡലങ്ങളും ലെഫ്റ്റ് തന്നെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ഭുതമായിരിക്കാം. പക്ഷേ പറഞ്ഞ പോലെ ഒരു UDFന് അനുകൂലമായിട്ട് ശക്തമായൊരു വേവ് ഒന്നില്ല എങ്കിൽ ഈ 5-ൽ 3 ലെഫ്റ്റ് റീറ്റെയിൻ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം 5-0 എന്ന് പറയുന്ന നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് അത് 3-2 ആകാനോ, അല്ലെങ്കിൽ നേരത്തെ അതേ ട്രെൻഡാണെങ്കിൽ 5-0 എത്തുക എന്ന് പറഞ്ഞാൽ അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഇതാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം പഴയ തെരഞ്ഞെടുപ്പിൽ അവർ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു പ്രതീക്ഷ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ പഴയകാല വോട്ടുകളുടെ കണക്കുകളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്.